ഇന്നലെ നിങ്ങളുടെ മഹലിലൊരു നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹിന് പോയി. നിക്കാഹിൽ നിന്ന് അവിടുന്ന് പുതിയാപ്പിളയുടെ ആൾക്കാർ നമ്മുടെ മഹലിലേക്ക് വന്ന് എന്താ പറയാ, ഒരു വളപട്ടണം മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതും നമ്മൾ മനസ്സിലാക്കി നല്ലൊരു ദീനി മാഹൗലൊക്കെയുള്ള മഹലാണ് എന്നതായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മുടെ കാക്കാഞ്ചാല് മഹലിൽ വന്നിട്ട് അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും തെമ്മാടിത്തരങ്ങളും വല്ലാതെ, ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് അത്രത്തോളം മോശമായ ഒരു എന്താ കാര്യങ്ങളാണ് ഇന്നലെ അവരവിടെ കാണിച്ചു കൂട്ടിയത്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. വളരെ മോശമായതെന്ന് വെച്ചാൽ വളരെ മോശമായത്. നമ്മുടെ മഹലിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ പെണ്ണിന്റെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ട് പോലും വകവെക്കാതെ ഒരു ധിക്കാര മനോഭാവം കാണിച്ച് വല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു നമ്മുടെ മഹലിന് വലിയ നാണക്കേടും വലിയ ചീത്തപ്പേരും ഉണ്ടാക്കി തന്നു. ഇന്നലെ മുതൽ എന്നെ പലരും ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ മഹലിലല്ലേ, നിങ്ങൾ എല്ലാത്തിനും ഇത് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വിളിക്കുന്നു ഈ വീഡിയോ അയച്ചു തന്നിട്ട്. അതെനിക്കും വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാനാണ് അവിടെ പോയി നിക്കാഹിന്റെ പ്രസംഗമൊക്കെ നടത്തിയത്. അപ്പോൾ അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ അതൊന്ന്, നിങ്ങൾ വളപട്ടണംകാരനാണല്ലോ, ആ രീതിയിൽ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വോയിസ് വിടുന്നത്. മഹല്ല തലത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പോലീസിൽ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അവർ അവിടുത്തെ ബെഡൊക്കെ കുത്തി കീറിയെന്നാണ് അറിഞ്ഞത്. കൃത്യമായിട്ട് ഞാനതിനെ കുറിച്ച് അവിടെ പോയി അവരോടൊക്കെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ മഹല്ല തലത്തിൽ എങ്ങനെ, കമ്മിറ്റി തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം നമുക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കിയ, അതുപോലെ തന്നെ വലിയ പരിസര വീടുകളിലുള്ളവരൊക്കെ എനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്തായി കാണിച്ചു കൂട്ടുന്നത്, ഇവിടെയൊക്കെ അയൽവക്കത്തൊക്കെ ചെറിയ കുട്ടികളുള്ളതല്ലേ ഉസ്താദെ, വെടിക്കെട്ടും ഇതൊക്കെയായിട്ട് എന്താണ് നിങ്ങൾ അവിടുത്തെ മഹലിനോട് നിങ്ങൾ ഇത് വിളിച്ച് അവിടുത്തെ ഖത്തീബിനെ അവിടുത്തെ കമ്മിറ്റിക്കാരെ വിളിച്ച് പറയണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പലരും ആവശ്യപ്പെട്ടു. അപ്പം അതൊക്കെ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് ഇതൊന്ന് ധരിപ്പിക്കുന്നത്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവരിലേക്കൊന്ന് എത്തിച്ചാൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും നമ്മൾ ജമാഅത്ത് കമ്മിറ്റിയുടെ അടുത്ത് ഞാൻ അർജന്റായിട്ടൊന്ന് കൂടിയിട്ട് എന്താണ് ജമാഅത്ത് കമ്മിറ്റി തലത്തിൽ ഇതിനെതിരെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്.